ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെയും രാജ്യത്തിലെയും വളരെ വലിയ ഒരു അധികാരത്തിൻ്റെയും ചെങ്കോലിൻ്റെയും കൊടിയുടെയും ഒക്കെ അടയാളങ്ങളായിരുന്നു രാജകുടുംബങ്ങൾ. പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രതാപത്തിൽ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ തിരുശേഷിപ്പുകളും അടയാളവും ഒക്കെ ആയിട്ട് ആ രാജകുടുംബത്തിലെ ആളുകളും അതിൻ്റെ പിന്മുറക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട്. തിരുവനന്തപുരം കവടിയാർ എന്ന് പറയുന്ന രാജ്ഭവൻ്റെ ഗവർണർ, ഇപ്പോൾ ലോക്ഭവൻ്റെ അടുത്തുള്ള രാജ്ഭവൻ്റെ അടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു പ്രധാന ഏരിയയിൽ കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടാരത്തിൻ്റെ ബാക്കി പത്രമുണ്ട്. അവിടെ ആളുകൾ താമസിക്കുന്നു. പക്ഷേ അവർ പലപ്പോഴും ഒരു ഹിന്ദു രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും എടുക്കാറുണ്ട്. അവിടെ പ്രധാനപ്പെട്ട അവിടുത്തെ രാജ്ഞി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും അവിടുത്തെ ചെറുപ്പക്കാരുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. മേയർ ജയിച്ചതിന് ശേഷം അവരെ പോയി കണ്ടിരുന്നു. അങ്ങനെ വളരെ വലിയ തോതിലുള്ള ഒരു ബന്ധം കോൺഗ്രസുമായി വലിയ തോതിൽ രാജകുടുംബം പുലർത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിയുമായി പുലർത്തിയിരുന്നു. ശ്രീ പാലോട് രവിയെപ്പോലുള്ള DCCയുടെ പ്രസിഡന്റ്, നേരത്തെ MLA ഒക്കെ ആയിരുന്ന പാലോട് രവിയെപ്പോലുള്ള ആളുകൾ അവിടുത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ചിത്തിര തിരുനാൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസുമായി വലിയ ബന്ധത്തിലാണ് തിരുവിതാംകൂർ രാജകുടുംബം പോയിക്കൊണ്ടിരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടല്ല. എന്നാൽ BJP വന്നതിന് ശേഷം RSS BJP, സംഘപരിവാർ BJPയുമായും നല്ല ബന്ധത്തിലായി. ഇപ്പോൾ ഒരു BJP ബന്ധത്തിലാണ് കൂടുതൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും ഒരു ബാലൻസ്ഡ് ആണ്. പക്ഷേ BJPയോടാണ് കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല, അവരുടെ ഇന്നർ പൊളിറ്റിക്സ് എന്താ നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലവും പറഞ്ഞത് അവിടുത്തെ ഇളമുറ തമ്പുരാൻ എന്ന് പറയുന്ന, തമ്പുരാൻ എന്നൊക്കെ ഇപ്രാവശ്യം പറയാൻ കഴിയില്ല, കാരണം ഇപ്പോൾ തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ എന്ത് തമ്പുരാൻ ആയിക്കോട്ടെ, അതുകൊണ്ട് അങ്ങനെ രാജാവെന്നൊന്നും പറഞ്ഞ് ശരിയല്ല. ഇളമുറയിൽപ്പെട്ട ഒരു നമ്മൾ ഈ 6ാം തമ്പുരാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇളമുറയിൽപ്പെട്ട ആദിത്യവർമ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ് മണ്ഡലം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അനുഗുണമായ 2 മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. ഒന്ന് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രത്യേകത കവടിയാർ കൊട്ടാരം ഇരിക്കുന്നതും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഹിന്ദു കൺസോൾട്ടേഷൻ ധാരാളമായി നടക്കുന്ന ഒരു പ്രദേശമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ സാധ്യത ഉണ്ട്. അതുപോലെ സാധ്യതയുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, ആറ്റുകാൽ കോവിലൊക്കെ സ്ഥിതി ചെയ്യുന്ന, ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം എന്ന് പറയുന്ന, അത് പഴയ തിരുവനന്തപുരം ഈസ്റ്റ് എന്ന് പറയുന്ന, വട്ടിയൂർക്കാവ് നോർത്തായിരുന്നു, മറ്റത് ഈസ്റ്റായിരുന്നു. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ശങ്കരനാരായണ പിള്ളയൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്ന, ട്രാൻസ്പോർട്ട് മന്ത്രി ശങ്കരനാരായണ പിള്ളയൊക്കെ ജയിച്ചിരുന്ന, ഇപ്പോൾ ആന്റണി രാജു, നമ്മുടെ ഈ ജട്ടി കേസിൽപ്പെട്ട ആന്റണി രാജു ഇപ്പോൾ MLA ആയിരിക്കുന്ന, VS ശിവകുമാർ നേരത്തെ MLA ആയിരുന്ന, നടൻ കൃഷ്ണകുമാർ മത്സരിച്ചിരുന്ന, ഞാൻ പറഞ്ഞ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, മത്സരിച്ചിരുന്ന തിരുവനന്തപുരം സെൻട്രൽ പാർട്ട് വരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നായിരിക്കുമോ ഈ രാജാവിൻ്റെ ചെറുമകനായിട്ടുള്ള രാജ്ഞിയുടെയും രാജാവിൻ്റെയൊക്കെ അടുത്ത പുതിയ തലമുറയിൽപ്പെട്ട ആദിത്യവർമ്മ മത്സരിക്കുമോ? അങ്ങനെ ചില സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം, പല ചാനലുകളും ആദിത്യവർമ്മയുമായി ബൈറ്റ് എടുക്കുമ്പോൾ വർമ്മ വരട്ടെ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വന്നാൽ ശരി, ഒരു സാധ്യത നോക്കാം. വേറെ ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്. ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും 1.5 ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തു. അന്ന് BJP ഇല്ല, RSSും BJP ഇത്രയും ശക്തമേ അല്ല, ഇലക്ഷനിൽ ശക്തമല്ലാതിരുന്ന സമയത്ത് ഹിന്ദു മുന്നണിയുടെ പേരിൽ മത്സരിക്കുകയും 1.5 ലക്ഷത്തോളം വോട്ട് കേരളവർമ്മ രാജ നേടുകയും ചെയ്ത, അത് പാർലമെൻറ്റിലാണ്, ഒരു ചരിത്രം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും പല സ്ഥലങ്ങളിലുമൊക്കെ ഈ രാജകുടുംബത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള പലരും മത്സരിക്കുന്നുണ്ട്, അത് വേറെ കഥ. എന്നാൽ ഇവിടെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത്, അത് വട്ടിയൂർക്കാവിലാണോ തിരുവനന്തപുരമാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. അത് BJPയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും. എന്തായാലും ഒരു ആദിത്യവർമ്മൻ, അതായത് പിന്മുറക്കാരായിട്ടുള്ള തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പിന്മുറക്കാരനായിട്ടുള്ള ആദിത്യവർമ്മ മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല രസകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വട്ടിയൂർക്കാവ് മണ്ഡലം ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എത്ര പേരുകളായി. ആദ്യം ശ്രീലേഖ IPSൻ്റെ പേര് വന്നു, കുറച്ച് കഴിയുമ്പോൾ ശ്രീലേഖ IPS മാറി, കൃഷ്ണകുമാറിൻ്റെ പേര് വന്നു. കൃഷ്ണകുമാർ തന്നെ വന്ന് പറഞ്ഞു, സിനിമാ നടൻ കൃഷ്ണകുമാർ തന്നെ പറഞ്ഞു ഞാനിതാ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവർ രണ്ടുപേരും അല്ല എന്ന് പറഞ്ഞ് BJPക്ക് ഉടനെ K. സുരേന്ദ്രൻ്റെ പേര് വരുന്നു. K. സുരേന്ദ്രൻ അതിനകത്തുനിന്ന് മനസ്സ് തുറക്കുന്നു. ഉടൻ തന്നെ മറ്റ് ചില ചരട് വലികൾ അകത്തും പുറത്തും നടക്കുന്നു. അപ്പോൾ K. സുരേന്ദ്രൻ മാറുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ പേര് വരുന്നു. ഇത്ര രസകരമാണ് വട്ടിയൂർക്കാവിൻ്റെ അവസ്ഥ. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് വന്നു കഴിഞ്ഞിട്ട് ശേഷമാണ് ഇപ്പോഴിതാ ആദിത്യവർമ്മൻ്റെ പേരും വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും
ഫെബ്രുവരി 10 അല്ലെങ്കിൽ 15 ഈ ആദ്യത്തെ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരും എന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് VV രാജേഷിൻ്റെ പേരും കേട്ടു. പക്ഷേ VV രാജേഷ് ഇപ്പോൾ മേയറായി നല്ല ഷൈൻ ചെയ്തൊക്കെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം മാറാൻ സാധ്യതയില്ല. അപ്പോൾ VV രാജേഷ് അവിടെ ഉണ്ട്. അപ്പോൾ ശ്രീലേഖ IPS ഞാൻ മത്സരിക്കുന്നില്ല തിരഞ്ഞെടുപ്പിനെന്നുള്ള ഒരു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന കുറച്ചൊരു ഇമേജ് ഡിമ്മായി നിൽക്കുന്ന സമയം കൂടെയാണ്. പെട്ടെന്ന് ഒരു ചില പ്രശ്നങ്ങൾ വന്നു, പാർട്ടിക്കാരുടെ ഇടയിലും ഒക്കെ ചില അവമതിപ്പുണ്ടാക്കുന്ന ചില സമീപനങ്ങളൊക്കെ വന്നു എന്നുള്ള കരക്കമ്പിയൊക്കെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവരിനി മത്സരിച്ചാലും എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവർ മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിനേക്കാൾ തിരുവനന്തപുരം കൊടുക്കാനാണ് സാധ്യത. അതോ ഇനി തിരുവനന്തപുരവും ഇല്ലാതിരിക്കുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പിന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർ കായംകുളമോ പാലക്കാടോ ആണ് ചിന്തിക്കുന്നത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. അവിടെ അശ്വിനിയുടെ ചില കൂടെ നിൽക്കുന്നവരുടെ ചില എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും കെ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ആ എതിർപ്പ് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ വീണ്ടും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഗ്യാപ്പ് വരുന്നു. അങ്ങനെ ആ വരുന്ന ഗ്യാപ്പിലാണ് ആദിത്യവർമ്മയുടെ പേര് കയറി വരുന്നത്. അതുപോലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലേക്ക് പിന്നെ സെൻട്രൽ എന്ന് പറയുന്ന തിരുവനന്തപുരം എന്ന് പറയുന്ന കേന്ദ്ര സ്ഥാനത്ത്, അതായത് ആന്റണി രാജുവും പിന്നെ ശിവകുമാറും ഒക്കെ MLA ആയിരുന്ന ആ സ്ഥലത്തും ആ ഭാഗത്തും ഈസ്റ്റ് പോർട്ടും തമ്പാനൂർ ഭാഗമൊക്കെ ഉൾപ്പെടുന്ന അപ്പോൾ ഒന്നുകിൽ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ എന്നുള്ള കൺസെപ്റ്റിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയില്ല രാജകുടുംബത്തിൽ നിന്നൊരു ആൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് വരുമോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും പക്ഷേ അദ്ദേഹം ഈ രാജകുടുംബത്തിൽപ്പെട്ട ആദിത്യവർമ്മൻ അതിനകത്ത് നിന്ന് മനസ്സ് തുറന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും മനസ്സുമൊക്കെ കണ്ടാൽ വേണമെങ്കിൽ BJPക്ക് വേണ്ടി മത്സരിക്കാം എന്നുള്ള ഒരു ലൈനിലാണ് അത് കാണുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ടത് BJP ആണ്. പക്ഷേ തീരുമാനിച്ചാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു രാജഭക്തിയൊക്കെ ഉണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ബൂമാറാങ്ങാകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ വിജയിക്കാനും സാധ്യതയുണ്ട്. അതിപ്പോൾ പറയാൻ കഴിയുന്നൊരു വസ്തുതയല്ല. അത് കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം കുറച്ചുകൂടി, കാരണം എതിരാളി ആരാണ് എന്നുള്ളത് പ്രശ്നമാണ്. പ്രശാന്താണോ CPMന് മത്സരിക്കുന്നത്, അതുപോലെ ശബരിനാഥാണോ കോൺഗ്രസിന് മത്സരിക്കുന്നത്, അതോ K മുരളീധരൻ തന്നെ വീണ്ടും വട്ടിയൂർക്കാവിൽ വന്ന് നേരത്തെ MLA ആയിരുന്നു, വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിക്കുമോ, അതോ മണക്കാട് സുരേഷ് മത്സരിക്കുമോ, ഇനി അല്ല പുതിയ ആളുകളുടെ പേരുകൾ പലരുടെയും പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ, അതോ പിന്നെ പരമ്പരാഗത ആളുകൾ തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരു വീണ നായരാണ് നേരത്തെ അഡ്വക്കേറ്റ് മത്സരിച്ചത്, കോൺഗ്രസിന് വേണ്ടി അത് തോറ്റുപോയി. അത് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവരുടെ പേരൊക്കെ വന്നത്. അവർക്ക് 5 ദിവസം പോലും പ്രവർത്തിക്കാൻ സമയം പോലും കിട്ടിയില്ലായിരുന്നു അന്ന്. എന്തായാലും വളരെ രസകരമാണ്. വട്ടിയൂർക്കാവ് വീണ്ടും പിക്ചറിൽ വരുന്നു. വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നേമം ആൾറെഡി വന്നു കഴിഞ്ഞു, രാജീവ് ചന്ദ്രശേഖറും ആളുകളുമായിട്ട് അത് വന്നു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആദിത്യവർമ്മൻ മത്സരിക്കുമോ, അതോ വട്ടിയൂർക്കാവിന് പകരം തിരുവനന്തപുരത്തേക്ക് പോകുമോ, ആദ്യമായി വർമ്മ മത്സരിക്കുമോ എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്.